ബിഗ് ബോസിൻ്റെ ലൈവിൽ നൂറ പൊളിച്ചെടുക്കുവാണ്. നൂറ കിടന്ന് ആറാടുകയാണ്. നമ്മുടെ നൂതില ചെരുപ്പ് ഫാക്ടറിയുടെ ഓണറാണ് നൂറ. അപ്പോൾ അവിടെ വർക്കേഴ്സിൻ്റെ അടുത്തും ഇന്ന് വർക്ക് ലഭിക്കാത്തവരുടെ അടുത്തും നൂറ കയറുന്ന കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. നൂറ അവിടെ വെറുതെ സോഫയിലിരിക്കുകയാണ്. അപ്പോൾ അനുമോളും പ്രവീണും കൂടെ അങ്ങോട്ടൊരു ഡ്രാമയായിട്ട് ചെല്ലുകയാണ്. ഓൾറെഡി ആരൊക്കെയാണ് നൂതിലെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യേണ്ടത് എന്ന് ബിഗ് ബോസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പേര്, നാളെ ബാക്കിയുള്ളവർ, അങ്ങനെയാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നൂറയ്ക്ക് അതിൻ്റെ ഒരു മാറ്റം വരുത്താൻ പറ്റും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൂറയുടെ അടുത്ത് എന്നെ പണിക്കെടുക്കണം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ചെല്ലുന്നു. ആ കൂട്ടത്തിൽ അനുമോളും പ്രവീണും ഒരു ഡ്രാമയായിട്ടാണ് ചെല്ലുന്നത്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, ഞങ്ങൾക്കൊരു 2 കുട്ടികളുണ്ട്. അപ്പോൾ പ്ലാച്ചിയൊക്കെ അനുമോളുടെ കയ്യിലിരിപ്പുണ്ട്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് ഇതിൻ്റെ 2 ഉണ്ണിവേറ് നിറയ്ക്കാനുള്ളതാണ്, എങ്ങനെയെങ്കിലും ഒരു ജോലി തരണമെന്ന് പറഞ്ഞ് നൂറയുടെ കാല് പിടിച്ച് കരയുകയാണ്. പക്ഷേ നൂറ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. നേരെ ഇപ്പുറത്തേക്കൊക്കെ തിരിച്ചു വെച്ച് നിങ്ങളിപ്പോൾ ഇവരാരെയൊന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നു. ഓൾറെഡി ജിഷിൻ നൂറയുടെ അസിസ്റ്റൻ്റാണ്. പക്ഷേ ജിഷിനെ ഒരുപാട് തവണ നൂറ വിളിച്ചിട്ടും ജിഷിനെ അവിടെ ഒന്നും വരുന്നില്ല. ജിഷിൻ ഓൾറെഡി ടോയ്ലറ്റിൽ എന്തോ പോയിരിക്കുകയാണ്. അവൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ജിഷിൻ വന്നത്. ഒടുവിൽ ജിഷിൻ തന്നെ അവരെ പിടിച്ചു മാറ്റുന്നു. നൂറ അനുവിനെയും അതുപോലെ തന്നെ പ്രവീണയും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ അവരങ്ങനെ പോകുന്നൊന്നുമില്ല. അവരങ്ങനെ ഒട്ടി നിൽക്കുവാണ്. വീണ്ടും പ്ലാച്ചിയുടെ മുഖമൊക്കെ, ഈ കുഞ്ഞ് ഓമന മുഖം കണ്ടോ, ഞങ്ങൾക്ക് ഇതിൻ്റെ ഉണ്ണിവേറെ നിറയ്ക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞ് പിന്നെ നൂറയുടെ കാല് പിടിച്ചുകൊണ്ട് ചെല്ലുന്നു. അവസാനം വീണ്ടും നൂറ ഒന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അവരൊക്കെ മാറ്റിക്കൊണ്ട് പോകും. അവർ ആ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ ഫാമിലിയാണെങ്കിൽ അവരെ എനിക്ക് കാണണ്ട, എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ജിഷിന് അവരെ മാറ്റാൻ ഒരു ടാസ്കം കൊടുക്കുന്നു. അനുമോള് പ്രവീണ് മാത്രമൊന്നുമല്ല, അവിടെ ബാക്കിയുള്ള എല്ലാവരും തന്നെ നൂറയുടെ കാല് പിടിക്കാൻ വരുന്നുണ്ട്. എന്തായാലും ലൈവിൽ ഇപ്പോൾ കോമഡിയാണ്. നല്ല അടിപൊളി ടാസ്ക്കാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.